നല്ല സിനിമയായിരുന്നു. പടം അടിപൊളിയായിരുന്നു. കുഴപ്പമില്ല, കോമഡി ആയിട്ട് പടം സൂപ്പറാ, അടിപൊളിയാണ്. ധ്യാൻ ശ്രീനിവാസന്റെ അഭിനയം അടിപൊളിയായിരുന്നു. എങ്ങനെ ഇത് എങ്ങനെ ഫാമിലി മൂവിയാണ്? ഫാമിലി മൂവി. കോമഡിയാണോ? കോമഡിയാണ്. ലിറ്റിയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? എല്ലാം അടിപൊളി. ഫാമിലി ഓഡിയൻസിന് ഉള്ളതാണ്. ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന പടം. ഫാമിലി മൂവി കോമഡിയൊക്കെ സൂപ്പറാണ്. മോളെ പടം എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഒരുപാട് ചിരിച്ചോ? ധ്യാൻ ചേട്ടൻ എങ്ങനെയുണ്ട്? സൂപ്പറായിരുന്നു. നല്ല സിനിമയാണ്, ഫാമിലിയായിട്ട് എല്ലാവർക്കും കാണാം. സൂപ്പറായിരുന്നു, നന്നായിരുന്നു. പടം സൂപ്പറാട്ടാ, കേറും. അടിപൊളി പടാ, ചിരിക്കാനുണ്ട്, നേരം പോകാൻ എന്തായാലും. ഒരുപാട് നെഗറ്റീവ് ട്രോളല്ല, കമന്റ്സ് ഒക്കെ വന്നിരുന്നു. പക്ഷെ അങ്ങനെയൊന്നല്ല, പടം ആയിട്ട് വരുമ്പോൾ നല്ലൊരു ഇതാ. എന്നെ സംബന്ധിച്ച് നല്ല ഫോട്ടോഗ്രാഫി, നല്ല എഡിറ്റിംഗ്. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ, ചില കുടുംബങ്ങളിൽ, നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റോറി തന്നെയാണ്. അത് പല പല കുടുംബങ്ങളിലൂടെ ചേർന്നുള്ള എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് സാധനം വന്നേക്കുന്നത്. നമുക്ക് തന്നെ തോന്നും നമുക്കറിയാമെന്നുള്ള ചില കുടുംബങ്ങളിൽ സംഭവിച്ച സംഭവങ്ങളാണല്ലോ. അപ്പം അങ്ങനെ ഒരു ആനുകാലിക പ്രാധാന്യമുള്ള നല്ലൊരു കുടുംബ ഫാമിലി എൻ്റർടൈനർ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ എൻ്റെ സുഹൃത്തുക്കളായിട്ട് ഇപ്പം ഞാനിപ്പോൾ ചെയ്ത കെട്ടുകാഴ്ച എന്ന് പറഞ്ഞ സിനിമ, സുരേഷ് തിരുവല്ലയുടെ, അതിൽ എന്നോടൊപ്പം ചെയ്ത സരിത രാജീവാണ് ഇതിനകത്തൊരു നല്ല ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അതുപോലെ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ബിഗ് ബോസിലുണ്ടായിരുന്ന ഭക്ഷണ ഷാജി നവോദയ നല്ല ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്ന SP മാഹിഷ് സാറ് എൻ്റെ നാട്ടിൽ എൻ്റെ അയൽവക്കക്കാരനാണ്, ചെറിയക്കാരൻ. നന്നായിട്ട് ഡയറക്ഷൻ, മീൻസ് എഡിറ്റിംഗ് എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിരുന്നു. നല്ലൊരു ഫാമിലി എൻ്റർടൈനറായിട്ട് തന്നെയാണ് തോന്നിയത്. നെഗറ്റീവായിട്ട് എനിക്ക് ഒന്നും തോന്നിയില്ല. നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന, ചില കുടുംബങ്ങളിലുണ്ടാകുന്ന നമ്മുടെ ഹിസ്റ്ററി അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലെ അനുഭവങ്ങളാണ്. നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഇത് നമുക്കറിയാമെന്നുള്ള കുറേ പേർക്ക് ഇതുണ്ടല്ലോ എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു റിയലിസ്റ്റിക് സൈക്കോളജിക്കലായിട്ടുള്ള ഒരു മൂവി കാണണം. കണ്ടിട്ട് വേണം നമ്മൾ തീരുമാനമെടുക്കാൻ. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് വന്നു എന്ന് പറഞ്ഞിട്ട് അതൊന്നും വിശ്വസിച്ച് കളയായിരുന്നു. അങ്ങനെ വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. നേരിട്ട് കണ്ടു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കിതിലൊരു റോള് കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. ഞാനത് ഡയറക്ടറോട് പറയുകയും ചെയ്തു. ധ്യാൻ ശ്രീനിവാസന് നല്ല പെർഫോമൻസ്, ഞാൻ നാച്ചുറലായിട്ട്. പക്ഷെ ധ്യാനോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഇതിന് പ്രൊഡ്യൂസറാണ് ലീഡ് ക്യാരക്ടർ, സെൻട്രൽ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ബെന്നി പീറ്റർ എന്ന് പറയുന്ന പ്രൊഡ്യൂസറാണ്. ഗംഭീരമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്, അപ്പം നമ്മൾ ന്യൂ കമേഴ്സിനെ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളതാണ് പുതിയ സിനിമയുടെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. ന്യൂ കമേഴ്സിനോട് അപ്കമിങ് സ്റ്റാഴ്സിനെയും സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം പ്രൊഡ്യൂസറാണെന്ന് തോന്നുന്നു അല്ലേ, ബെന്നി അല്ലേ ഒരു ക്യാരക്ടർ ഇടിവെട്ടായി ചെയ്തിട്ടുണ്ട്. അത്രയും ആദ്യമായിട്ട് ഇത്രയും ഗംഭീരമായിട്ട് ചെയ്യുന്നു. അതുമല്ല ഒരു ഡയറക്ടർ ഇത്രയും ഗംഭീരമായിട്ട് ഒരു ന്യൂ ആർട്ടിസ്റ്റിനെ ഗംഭീരമാക്കി ഉയർത്തും എന്നുള്ളതും അത് കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഒരു കുറവും എനിക്ക് തോന്നിയില്ല. നല്ലൊരു ഫിലിം തന്നെയായിരുന്നു. ഈ പറയുന്ന കണക്ക് ഭയങ്കര മാസ് അങ്ങനെയുള്ള ഡയലോഗോ അല്ലെങ്കിൽ മാസ് ഫിലിം അങ്ങനെ നല്ലൊരു ഫാമിലി എൻ്റർടൈനർ എന്ന് പറയുന്നൊരു ഫിലിമിലാണ്. ആ കാറ്റഗറിയിൽ, ആ ജോണറിൽ വരുന്ന ടൈപ്പായിട്ടാണ് എനിക്ക് ഫീൽ. ചോദ്യമൊന്നുമില്ലല്ലോ. താങ്ക് യു. തീർച്ചയായും വളരെ നല്ല പടമാണ്. പ്രത്യേകിച്ച് ഫാമിലി മെമ്പേഴ്സിന് വളരെയധികം എൻ്റർടൈൻ ചെയ്യാൻ പറ്റും. അതായത് ഇക്കാലഘട്ടത്തിലെ പല ഫാമിലിയിൽ നടക്കുന്ന പല പ്രശ്നങ്ങളുമാണ് ഇതിൽ മെയിനായിട്ട് പ്രതിപാദ്യം. പിന്നെ അതിൽ മെയിനായിട്ട് ചെയ്ത ഓരോ നടന്മാരും, പ്രത്യേകിച്ച് നമ്മുടെ പ്രൊഡ്യൂസറും കൂടി ആയിട്ടുള്ള ബെന്നി പീറ്റേഴ്സ് വളരെ നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്ത്, പിന്നെ ഒത്തിരി സിനിമകൾ ചങ്ങാതിപ്പൂച്ച, അതുപോലെ തന്നെ ഒത്തിരി പടങ്ങൾ ചെയ്തിട്ടുള്ള മഹേഷ് ഏട്ടനാണ് ഇതിൻ്റെ ഡയറക്ടർ. ഡയറക്ഷൻ സൈഡായാലും ക്യാമറ സൈഡായാലും എല്ലാം തന്നെ വളരെ നല്ല, സ്ക്രിപ്റ്റ് ആയാലും എല്ലാം തന്നെ വളരെ മനോഹരം. സാധാരണ പല നെഗറ്റീവ് കമൻറ്റ്സ് ഇപ്പം പടം ഇറങ്ങുന്നതിൻ്റെ കുറച്ച് ദിവസം, ഇപ്പോൾ ഇന്നിപ്പം ഫസ്റ്റ് ഷോ കഴിഞ്ഞേ ഉള്ളൂ, പക്ഷെ പടം ഇറങ്ങുന്നതിൻ്റെ കുറച്ചുമ്പോൾ വളരെ മോശകരമായിട്ടുള്ള പല രീതിയിലുള്ള, അപ്പോൾ ഞാനും ആദ്യമൊക്കെ വിചാരിച്ചത് എന്താണ് എങ്ങനെയാണെന്നൊക്കെ, പക്ഷെ അതൊന്നുമല്ല, തികച്ചും വളരെ വ്യക്തമായിട്ട് തന്നെ പറയാം, ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള പടമാണ്. നിങ്ങൾക്ക് സസ്പെൻസ് ഉണ്ട്, ത്രില്ലർ ഉണ്ട്, ചിരിക്കാനുള്ള വകകളുണ്ട്, ഒത്തിരി നല്ല നല്ല കോമഡി ആർട്ടിസ്റ്റുകൾ ഈ ഒരു പടത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കുടുംബസമേതം തന്നെ വന്ന് ഈ പടം കാണണം. അത് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എന്താ പറയുക ചെയ്തിരിക്കുന്ന ബെന്നി പീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം വലിയൊരു രീതിയിൽ തന്നെ ഇതിൻ്റെ ഒരു സിനിമയുടെ ഭാഗമായിട്ട് തന്നെ അദ്ദേഹം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇനിയും നല്ല നല്ല സിനിമകൾ അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ സാധിക്കട്ടെ. പിന്നെ ഇത് എല്ലാവരും വിചാരിക്കുന്ന പോലെ വലിയൊരു പടമല്ല, സാധാരണ ഒരു എന്താ പറയുക കുടുംബക്കാർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ളൊരു പടമാണ്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങളെല്ലാവരും വന്ന് കാണണം എന്നാണ്, പ്രത്യേകിച്ച് പുതിയ പ്രേക്ഷകരോട്, പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും നിങ്ങളെല്ലാവരും വന്ന് കാണുന്നത് തന്നെയാണ്.
താങ്ക് യു. കാണാൻ നല്ല പടമായിരുന്നു, കുടുംബ ചിത്രമായിരുന്നു, നന്നായിരുന്നു.